ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു പോണ്ട്, അതായത് മീൻ വളർത്തുന്ന വേണ്ടിയിട്ട് ഈ പോണ്ട് യൂസ് ചെയ്യാം. അതായത് മീൻ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫൈബറിൻ്റെ തന്നെ ഒരു ചെറിയ ഒരു പോണ്ടാണ് വരുന്നത്. ഇത് വലിയ ടൈപ്പും വരുന്നുണ്ട്, ചെറിയ ടൈപ്പും ഉണ്ട്. ഇത് മീൻ വളർത്തലിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ചില വീടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫൗണ്ടൻ ചെയ്യണം. ഫൗണ്ടൻ ചെയ്യണം മാത്രമല്ല, ഒരു വെള്ളമൊക്കെ ഫ്രണ്ടിലൂടെ നിന്ന് വരുന്ന ഒരു ഫൗണ്ടൻ ചെയ്യണം. അതുപോലെ തന്നെ ഒരു ഗ്രോട്ടോ ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ഡിസൈനിങ് കാര്യങ്ങൾ ഇതിൻ്റെ സെൻറ്ററിൽ കൊടുത്തതിന് ശേഷം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകരിക്കുന്ന ഒരു പ്രൊഡക്ട്സാണ് ഇത്. ഇത് വരുന്നതിൻ്റെ ആഴം ഏകദേശം 1.5 അടി, അതായത് 40 സെൻറ്റിമീറ്റർ 45 സെൻറ്റിമീറ്റർ താഴ്ച മാത്രമേ വരുന്നുള്ളൂ. ഇത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഗ്രോട്ടോ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് അല്ലെങ്കിൽ ഒരു ഗാർഡൻ്റെ സൈഡിലായിട്ട് ഇതിന് വേണ്ട കുഴി കാര്യങ്ങൾ എടുത്തതിന് ശേഷം അതിലിറക്കി വയ്ക്കുക. അപ്പോൾ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈബർ ആയതുകൊണ്ട് പൊട്ടിപ്പോകുന്ന, അതായത് ഓവറായിട്ട് പൊട്ടിപ്പോകുന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് കാര്യങ്ങളെല്ലാം തന്നെ എംസാൻഡ് ഇട്ട് ഫില്ല് ചെയ്യാം. എംസാൻഡ് ഇട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബൾജിങ് കുറയ്ക്കാൻ സാധിക്കും. മണ്ണിന് മർദ്ദം കൂടുതലായതുകൊണ്ട് എംസാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എംസാൻഡ് കാര്യങ്ങളെല്ലാം ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ പോണ്ട് നമുക്ക് അതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈബർ ആയതുകൊണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ലൈറ്റ്സുകൾ കൊടുക്കാം. ഏതൊക്കെ ലൈറ്റ്സുകൾ വേണമെങ്കിലും കൊടുത്തതിന് ശേഷം, അതായത് സിമ്പിളായിട്ട് തുളയ്ക്കാനും പറ്റും. നമ്മുടെ ഹോൾസ് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് തുളയ്ക്കാൻ പറ്റും. അത് ലൈറ്റുകൾ കൊടുത്തതിന് ശേഷം വാട്ടർ പ്രൂഫ് ലൈറ്റുകൾ കൊടുക്കാം. അതിനുശേഷം വെള്ളം പോകാത്ത രീതിയിൽ വേണമെങ്കിൽ അത് എംസിയിൽ കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വെള്ളം പോകാത്ത രീതിയിൽ ടൈറ്റ് ചെയ്യാൻ സാധിക്കും. അത് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഏറ്റവും മുകളിലായിരിക്കുന്ന ലൈറ്റുകൾ കൊടുക്കുക. പിന്നെ സെൻറ്ററിൽ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു മോട്ടർ, അതായത് വെള്ളത്തിൽ കിടക്കുന്ന ഒരു മോട്ടറോ കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഒരു ചെറിയൊരു ഫൗണ്ടൻ, ഒരു ഗാർഡൻ്റെയൊക്കെ സെൻറ്ററിൽ വരുന്ന ചെറിയൊരു ഫൗണ്ടൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് അധികം മുതൽ മുടക്കില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിന് 2 രീതിയിലുള്ള ആകൃതിയിൽ വരുന്നുണ്ട്. ഓവൽ ഷേപ്പിൽ വരുന്നുണ്ട്. ഓവൽ ഷേപ്പിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു സ്ക്വയർ ടൈപ്പ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഏകദേശം വലുപ്പം വരുന്നത്, ഏകദേശം ഒരു 3 അടി 4 അടി ആ റേഞ്ചാണ് വരുന്നത്. പിന്നെ ഞാൻ ആദ്യം കാണിച്ചത് വരുന്നത് ഏകദേശം ഒരു 2 മീറ്ററോളം നീളം വരുന്നുണ്ട്. 2 മീറ്ററോളം നീളം വരുന്നുണ്ട്, അല്ലെങ്കിൽ 1.5 മീറ്ററോളം നീളം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് അത്രയും സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ പോണ്ട് വെക്കാൻ സാധിക്കും. അത് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കൊടുക്കാം. പിന്നെ വേസ്റ്റ് വേണമെങ്കിൽ വെള്ളം കാര്യങ്ങളൊക്കെ കളയുന്നതിനും വളരെ സിമ്പിളായിട്ട് ഫൈബർ ആയതുകൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ സ്ക്വയറിലാണ്. സ്ക്വയർ ഒരു പ്രത്യേക ലുക്കായിരിക്കും ഫീൽ ചെയ്യുക. അതായത് ജസ്റ്റ് ഒരു സിങ്ക് എന്ന് പറയാം, ഒരു വലിപ്പം വരുന്ന ഒരു സിങ്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് നേരെ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എവിടെയാണോ ഗാർഡൻ വരുന്ന ആ ഏരിയകളിൽ നമ്മൾ ചെറുതായിട്ടൊരു കുഴി എടുത്തതിന് ശേഷം ഇത് അതിലേക്ക് ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നേരെ നമുക്കൊരു ഇപ്പോൾ നമുക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ വാട്ടർ പ്രൂഫായിട്ടുള്ള ഒരുപാട് മോട്ടറുകൾ അവൈലബിൾ ആണ്. വളരെ വില കുറഞ്ഞ രീതിയിൽ തന്നെ ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു സെൻട്രലായിട്ട് ഒരു ഫൗണ്ടൻ പോലെ മോട്ടറിൽ നിന്ന് ഡയറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ലൈറ്റ് വരുന്നതിൻ്റെ സൈഡിൽ നിന്ന്, ഈ പറയുന്ന 4 സൈഡുകളിൽ നിന്ന് കോർണറുകളിൽ നിന്നായത് മൾട്ടി കളർ LED സ്പോട്ട് ലൈറ്റ് വരാവുന്ന വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ മൾട്ടി കളർ LED സൈഡിൽ നിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വീഴുന്ന വെള്ളം നല്ല ലുക്കായിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കാരണം അതായത് മഴവില്ലിൻ്റെ ഒരു കളർ കിട്ടുന്ന രീതിയിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അത് നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്താൽ നല്ലൊരു അടിപൊളി ഫൗണ്ടൻ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്വയർ ആണ്. അതിന് നേരത്തെ കാണിച്ചതും കുറച്ചുകൂടി വലിപ്പം വരുന്നുള്ള ഫൗണ്ടൻ ഉപയോഗിക്കാവുന്ന പ്രൊഡക്ട്സുകൾ തന്നെയാണ്. പിന്നെ അത് കൂടാതെ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ, മീൻ വളർത്താൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, മീൻ വളർത്താൻ ഉപയോഗിക്കാൻ പറ്റുന്ന അത്യാവശ്യം വലിയ മീനുകളൊക്കെ, കട്ട്ല അതുപോലുള്ള മീനുകളൊക്കെ സിമ്പിളായിട്ട് ഇതിൻ്റെ അകത്തിട്ട് വളർത്താനും സാധിക്കും. മീൻ വളർത്തലിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്ന ഫൗണ്ടൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടോപ്പായിട്ട് വീടിൻ്റെ ഫ്രണ്ട് നമുക്ക് വളരെ നല്ല രീതിയിലൊരു വീട് വയ്ക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫൗണ്ടൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ആയിരിക്കും. അതുമാത്രമല്ല സൈഡുകളിൽ നിന്ന് കൊടുക്കുന്ന ലൈറ്റിനനുസരിച്ചിട്ടായിരിക്കും അട്രാക്റ്റീവ് വരുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെന്ന് താല്പര്യം നിങ്ങൾ കമൻറ്റ് ചെയ്ത് തന്നെ നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക, അതിൻ്റെ MRP എത്രയാണ്, അത് എവിടെ നിന്നാണ് നമുക്ക് അവൈലബിൾ ആണോ, കാര്യങ്ങളൊക്കെ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുമാത്രമല്ല ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എവിടെ കിട്ടുമെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.